അസ്സലാമലൈക്കും എല്ലാവർക്കും പിന്നെ ജുമാ മുബാറക്. എന്താ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ നമ്മളെ റൂമിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി സിഗ്നലൊക്കെ ഒന്ന് ഫുള്ള് കുറച്ച് ഫ്രീ ആയിട്ടുണ്ടാവും. വെള്ളിയാഴ്ച ദിവസമല്ലേ, എല്ലാ അടവല്ല, ഷോപ്പുകളൊക്കെ അടവാണ്. ഇതാ ഇവിടെ കുറച്ച് പേര് നടക്കാനുണ്ട്, ആരുമില്ല, ഫ്രണ്ട്സുകളൊന്നുമില്ല. അപ്പോൾ ഓരോരുത്തരും ഓരോ ഭാഗത്ത് പോയി, രണ്ടാൾ നാട്ടിൽ പോയി, അങ്ങനെയൊക്കെയാണ്. ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെന്നും പോകുന്ന വഴിയിലൂടെ ഒരു സൈഡിൽ കൂടെ അങ്ങനെ പോകും. പിന്നെ അവിടെ നിന്ന് റോഡ് ക്രോസ് ചെയ്ത് പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെയാണ് ഇതൊക്കെ കേട്ടോ. ഇതൊക്കെ നമ്മളെ ബിൽഡിങ്ങിൻ്റെ ഷോപ്പും ഏരിയകളൊക്കെയാണ്. കംപ്ലീറ്റ് ഒട്ടകം നിൽക്കുന്നുണ്ട്. ഒട്ടകം ശരിക്കുള്ള ഒട്ടകമല്ല, പ്രതിമ ഒട്ടകം. അപ്പം അങ്ങനെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ദുആ ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. എൻ്റെ കുടുംബത്തിനും ഒക്കെ വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക. നിങ്ങളെയൊക്കെ കുടുംബത്തിന് നമ്മളെ ദുആ ഉണ്ടാവും എന്നും. പിന്നെ എല്ലാ വിജയത്തിനും വേണ്ടിയിട്ടും, പിന്നെ റാഹത്തായ ജീവിതത്തിനും, പിന്നെ കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ പഠിച്ച നമ്മുടെയൊക്കെ എല്ലാവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിത്തരട്ടെ. ഒരുപാട് പ്രയാസമുള്ളവരൊക്കെ ഉണ്ടാവും അല്ലേ. എല്ലാവരുടെ കഷ്ടപ്പാടുകളൊക്കെ പഠിച്ചത് ഇന്നത്തെ ദിവസത്തിൻ്റെ പോരിശ അള്ളാഹു നമുക്കെല്ലാവരിലും എത്തിച്ചു തരട്ടെ. അതുപോലെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയി നമ്മളെ മാതാപിതാക്കളൊക്കെ ഉണ്ട് അല്ലേ. അവരുടെ എല്ലാ ഖബർ അള്ളാഹു വിശാലാക്കട്ടെ. നമുക്കെല്ലാവർക്കും അള്ളാഹു നല്ല ആയുസ്സുള്ള ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം തരട്ടെ. അപ്പം അങ്ങനെയൊക്കെ ദുആ ചെയ്തിട്ട് പിന്നെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ വേണം. ഇനി കുറച്ചും കൂടി നടക്കാണ്ട്, പള്ളിയിലേക്ക് കുറച്ചും കൂടി ദൂരമുണ്ട്. പള്ളി വരെ എടുക്കുന്നില്ല. ഇതാ പോകുന്ന പരിസരം കാര്യങ്ങളൊന്ന് കാണിച്ചു തന്നിട്ട് ഇങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ അള്ളാഹു നമ്മുടെയൊക്കെ ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ആരോഗ്യമുള്ള ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു നൽകട്ടെ. പിന്നെ നമ്മുടെ ഭാര്യ സന്താനങ്ങളൊക്കെ അള്ളാഹു സ്വാലിഹങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. മാതാപിതാക്കൾ, കൂടപ്പിറപ്പുകൾ, എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു ചൊരിയട്ടെ. ഇന്നത്തെ ദിവസത്തിൻ്റെ പോരിശ അല്ലേ, നമ്മളെല്ലാവരിലും എത്തിച്ചേറ്റ പടച്ചോന്. അതുപോലെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഒരുപാട് പേര് ഇന്ന് ആറടി മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അവരുടെ എല്ലാ ഖബർ വിശാലാക്കട്ടെ. അത് പറയും, ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഒരു എത്ര വെള്ളിയാഴ്ച ഉപ്പാൻ്റെ ഖബറിലേക്ക് പോയിട്ട് ഭാര്യൻ്റെ ഉപ്പ മരണപ്പെട്ട് അന്ന് കാണാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഉപ്പ മരണപ്പെട്ട് നാട്ടിലുള്ളപ്പോൾ വെള്ളിയാഴ്ച അവിടെ പോകുന്നതാണ്. എല്ലാവരും അസ്സലാമു അലൈക്കും.